നമസ്തേ. ഇന്ന് കുറച്ച് എവിടെ നിന്നാണ്? അതാ ഇന്ന് വന്നിരിക്കുന്ന ഒരു കത്ത് പാലക്കാട് നിന്നാണ്. പാലക്കാട്. അതെ, കുറച്ച് ആരായിരിക്കുന്നത്? ചോദ്യോത്തരം പോലെയാണ്. ആ ശ്യാമളയാണ് എഴുതിയിരിക്കുന്നത്. ആ ആൾക്ക് അറിയേണ്ടത് ദാമ്പത്യ പൊരുത്തത്തെ പറ്റിയിട്ടാണ്. ആ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാനാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജാതകത്തിൽ നിന്നും ദാമ്പത്യ പൊരുത്തം കണ്ടുപിടിക്കുവാൻ കഴിയുമോ? ഈ അല്ല, അത് ജാതകത്തിലുണ്ടാവുമല്ലോ. ഈ പൊരുത്തത്തിന് എങ്ങനെ പ്രത്യേകതകൾ എന്താണ്? ദമ്പതികളുടെ ജീവിതം ഈ പൊരുത്തം എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് ഈ പ്രോഗ്രാമിൽ കൂടെ പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി. കാരണം ഉള്ള ജീവിതങ്ങൾ എൻജോയ് ചെയ്ത് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അടിപൊളി ആയിട്ട്. അതെ, അധികം കാലമില്ല, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്നുള്ള നിലയിൽ ആയിരുന്നു. കാരണം കലികാലമാണ്. 2026 കടന്നിരിക്കുന്നു. അപ്പോൾ ഓരോ നൂറ്റാണ്ട് കഴിയുന്തോറും ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലുണ്ട്, ജോലിയിലുണ്ട്, പ്രേമബന്ധങ്ങളിലുണ്ട്, കല്യാണത്തിലുണ്ട്, സന്താന സൃഷ്ടിയിലുണ്ട്. എല്ലാ രംഗങ്ങളിലും സമൂലമായ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് എല്ലാം സയൻറ്റിഫിക്കൽ യുഗമാണ്. കിട്ടുന്ന അവസരങ്ങൾ, ദിവനങ്ങൾ, മാസങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. പഴയ പോലെ 10 പന്തീരാണ്ടും 8 പന്തീരാണ്ടും 90 വയസ്സ് വരെയൊന്നും ദാമ്പത്യമൊന്നും കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല, ഇരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കൈകളിലല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇതും പ്രകാരം കല്യാണപ്പൊരുത്തം നോക്കുന്നതിനെ പറ്റിയാണ് കൂടുതലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതലായിട്ട് രാശിപ്പൊരുത്തം എന്നുള്ളതുണ്ട്. ഒരു പൊരുത്തം വളരെ അത്യാവശ്യപരമായിട്ടുണ്ട്. രാശ്യാധിപപ്പൊരുത്തമുണ്ട്, അതും വളരെ വിശേഷമാണ്. അത് ഒത്തുകെട്ടിയാൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. വശ്യപ്പൊരുത്തമുണ്ട്. കാണുന്ന മാത്രമേ തന്നെ ഇഷ്ടം തോന്നുക, വേറെ ഒന്നും മറിച്ചും തിരിച്ചും ഇനിയൊന്നും എനിക്ക് ആലോചിക്കാനില്ല, വേറെ ആരെയും ആലോചിക്കണ്ട, ഡാഡിയും മമ്മിയും കൂടെ എനിക്ക് ആ ചേട്ടനെ മതി, അല്ലെങ്കിൽ എനിക്ക് ആ പെണ്ണിനെ മതി എന്ന അഖണ്ഡമായിട്ട് ഖണ്ഡിതമായിട്ട് ഒരു തീരുമാനം, വേറെ ഇല്ല, കണ്ട മാത്രം തന്നെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നതായിട്ട് കാണുന്നു. വശ്യപ്പൊരുത്തം പറയും. ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വചനങ്ങളും ആകൃതിയും ഷേപ്പും പെരുമാറ്റവും എന്തോ ദൈവം കൂട്ടിച്ചേർത്ത പോലെയോ അല്ലെ എന്തോ നമുക്കത് മറക്കാൻ ഹൃദയസ്പർശിയായി തീരുന്നുണ്ട്. പറിച്ചെറിഞ്ഞ പോകത്തിൽ എപ്പോഴും കാണുന്ന ആളുകളൊക്കെ ആ ഷേപ്പിലാണെന്ന് തോന്നുക. ചില ആളുകളെ കണ്ട് കാണുന്ന മാത്രയ്ക്ക് തന്നെ ഒരു വിരോധവും, സംഭാഷണം കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും അലർജി പോലെ, സത്യത്തിൽ നിരപരാധിയായിരിക്കും, കുറ്റമൊന്നും ചെയ്തില്ല, ശുദ്ധനും ശുദ്ധയും ഒക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് സംസാരം വരുമ്പോഴേ ഇഷ്ടപ്പെടത്തില്ല, വെറുക്കപ്പെടുന്നു. ചില ആളുകളുടെ കൈകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു തൃപ്തി വരുന്നു. ചില ആളുകളുടെ മറുപടി കേൾക്കുമ്പോൾ ഒരു തൃപ്തി വരുന്നു. ചില ആളുകളെ കണ്ട് ഒരു ഉപദേശം തേടി കഴിയുമ്പോൾ മനസ്സിന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയ പോലെ തോന്നുന്നു. അതൊക്കെ ഇപ്പോൾ ഈ ഡോക്ടർമാർ, പുരോഹിതന്മാർ, ഇങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്നവരും ന്യായാധിപന്മാരും ഒക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഇതിനകത്ത് ശോഭിക്കാൻ കഴിയും. മനുഷ്യരെ തിരുത്തിക്കൊണ്ടുവരാനും സാധിക്കും. വലിയ വലിയ നടന്മാർക്കും ഒക്കെ സാധിക്കും അതുപോലെയുള്ള റോള് കിട്ടണം. എന്നിട്ട് പെരുമാറ്റവും അതുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ സർവത്ര പെശകാവും. അതൊക്കെ അതുപോലെ തന്നെ സമൂഹത്തിനെ തട്ടി ഉണർത്തുവാനും താരാട്ട് പാടി ഉറക്കുവാനും ഒക്കെ കഴിവുള്ള ആത്മാക്കൾ ഉണ്ട്. അത് വശ്യപ്രയോഗത്തിൽ വരും, വശ്യപ്പൊരുത്തം. അത് വിസ്തരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒത്തിരി എപ്പിസോഡുകൾ വേണ്ടി വരും. അപ്പോൾ രാശിപ്പൊരുത്തം, രാശിയാധിപപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, മാഹേന്ദ്രപ്പൊരുത്തം, അത് അതിനേക്കാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആത്മാക്കൾ പിരിയുന്നില്ല എന്നുള്ളതാണ്. ആത്മാക്കളെ കണ്ടിട്ടില്ല. ഗണപ്പൊരുത്തം. ഈ ഗണപ്പൊരുത്തം ഒന്നാണെങ്കിൽ ഇപ്പം ദേവഗണം, അസുരഗണം, മനുഷ്യഗണം. ദേവഗണവുമായിട്ട് യോജിച്ചാൽ ആ ഗുണം 10 ഗുണം ചെയ്യുമെന്നാണ്. അപ്പം ഗണപ്പൊരുത്തം അതീവ ശ്രദ്ധയപ്പെടുത്തേണ്ട കാര്യമാണ്.
മനുഷ്യഗണവുമായിട്ട് യോജിച്ചാലും വളരെ പൊരുത്തമാണ്. അസുരഗണവുമായിട്ട് യോജിച്ചാലും വളരെ പൊരുത്തമാണ്. അതുപോലെ തന്നെ രാശിപ്പൊരുത്തമായി, രാശ്യാധിപപ്പൊരുത്തമായി, വശ്യപ്പൊരുത്തമായി, മാഹേന്ദ്രപ്പൊരുത്തമായി, ഗണപ്പൊരുത്തമായി, പിന്നെ ഈ രജുവേദം എന്ന് പറയുന്ന നമുക്ക് കത്തുകളിൽ വരുന്നതാണ്. അതായത് ആ വ്യക്തികളിൽ നിന്ന് ഉടലെടുക്കുന്ന സന്താന പരമ്പരകളോ ഉണ്ടായേക്കാവുന്ന തലമുറകളോ സൂചിപ്പിക്കുന്നതും അവർ തങ്ങളിൽ പ്രഥമദൃഷ്ട്യ ഉള്ള ആ സ്നേഹബന്ധങ്ങളും ഒന്ന് നിലനിൽക്കാതെ വരുന്നതിനെ വേദം, രജു എന്നൊക്കെ പറയും. അതിനകത്തേക്ക് ചില പൈശാചിക ആക്രമണങ്ങൾ ഈ ദമ്പതികളുടെയും കാമുകന്മാരുടെയും ലീവിങ് ടുഗദർ അല്ലെങ്കിൽ സംബന്ധം എന്നൊക്കെ പറയും, ഗാന്ധർവം എന്നൊക്കെ പറയുന്ന അതിലേക്ക് വേറെ ആളുകളുടെ നുഴഞ്ഞു കയറ്റവും കടന്നു കയറ്റവും ഒക്കെ ഉണ്ടാവും, അഭിനിവേശവും ഒക്കെ. അങ്ങനെ ഈ ബന്ധത്തെ തകർത്ത് കളയുന്നതും അല്ലെങ്കിൽ അപകടം, രോഗം, അപവാദം, നിയമക്കുറ്റം എന്നിവയിൽ ആജീവനാന്തം ജയിലിൽ പോകും. അപ്പോൾ പിരിഞ്ഞു. അപകടം വന്നപ്പോഴേ കാറ്റുപോയി, അല്ലെങ്കിൽ മഹാരോഗം വന്ന് ഗുണക പോലെയുള്ള വന്ന് അന്നേരെ പോയി. നമുക്ക് തടുക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളിലൂടെ വന്ന് വിരഹം, അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ഉച്ഛിഷ്ടമായിട്ട് വരിക, അതും സഹിക്കാൻ മേലാത്തവരുണ്ട്. ഇതൊക്കെ രജുവേദങ്ങളിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, ആ വ്യക്തികളുടെ ജീവിതത്തോടു കൂടി തീർന്നു, പിന്നെ രണ്ടാമത് ഭൂമിയിൽ ഒരു സന്താനജന്യം ഇല്ല, തലമുറയില്ല, അന്യം നിന്ന് പോവുക. രജുവേദം. ദിനപ്പൊരുത്തം, അത് ഇതുപോലെ തന്നെ അതിപ്രധാനമായ പൊരുത്തങ്ങളാണ്. ആ ജീവിതത്തിൽ ഭാഗ്യപുഷ്ടി, അതുപോലെ തന്നെ ബന്ധുബലം, സ്വന്തബലം, മിത്രബലം, മൈത്രിബലം, ഭാഗ്യം, രണരണീഭാവ ബലം, വേദം. യോനിപ്പൊരുത്തം, ലൈംഗിക സംബന്ധമായിട്ടുള്ള തൃപ്തി ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള 10 പൊരുത്തങ്ങൾ ഇവയിലൊന്നും പ്രധാനപ്പെട്ട പൊരുത്തങ്ങളൊന്നുമില്ലെങ്കിൽ പോലും, ഈ പറഞ്ഞ വിസ്തരിച്ചുള്ള പൊരുത്തങ്ങളൊന്നുമില്ലെങ്കിൽ പോലും, ജന്മലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപൻ 2 പേർക്കും, അതായത് വിവാഹം കഴിക്കുന്നവർക്ക് 2 പേർക്കും ഒരു ഗ്രഹമാണെങ്കിൽ അത്യുത്തമം ഭവേൽ. ബാക്കി പൊരുത്തം ഒന്നും വേണ്ട. അപ്പം എല്ലാം തെറ്റി. അവർ അറുത്ത് മുറിച്ചാലും ആ ബന്ധം പോവുകയില്ല. എന്നായതാലും പണക്കമില്ല. ഒരു ദിവസം ഒരു 100 രൂപ ശമ്പളം ഉള്ളതിലും അവർ ആ തൃപ്തിയിൽ അടങ്ങിയങ്ങ് പോകും. പരിഭവമില്ല, ബന്ധുക്കളോട് പണക്കമില്ല, സ്വർണത്തോട് ഭ്രമമില്ല, കടപ്പാടം വേണമെന്നില്ല, ഒന്നുമില്ല. വിളിക്കുന്ന ആ വഴിക്ക് പോകുന്നു. അതുപോലെയൊക്കെയുള്ള ഇണങ്ങിയ ഒരു ജന്മം ആണ് ജന്മലഗ്നാധിപൻ്റെ 7ൽ ഒരു ഗ്രഹം 2 പേർക്കും. ചന്ദ്രലഗ്നാധിപൻ്റെ 7ൽ ഒരു ഗ്രഹം. വേറെ ഒന്നുമില്ല. അത്തരക്കാർ നാളും നോക്കുന്നില്ല, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, രാജ്യാന്തര വ്യത്യാസമില്ല, ഒന്നുമില്ല. മദാമ ഇന്ത്യക്കാരൻ കിട്ടുന്നു, ഇന്ത്യക്കാരനെ മദാമ സാഹിബ് കിട്ടുന്നു, ഇന്ത്യക്കാർ ഒന്നും നോട്ടമില്ല. അവർ 10-40 കൊല്ലമൊക്കെ ജീവിച്ച് പോകുന്നുണ്ട്. അതിൽ പിള്ളേരും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ജാതകങ്ങൾ നോക്കിയാൽ ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപൻ 2 പേരുടെ ഒറ്റ ഗ്രഹമായിരിക്കും. മുജ്ജന്മ പൊരുത്തം എന്ന് പറയും. ഈ പൊരുത്തമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മേഡത്തിന് മറ്റ് ഈ പറഞ്ഞ 10 പൊരുത്തത്തിൽ 8 പൊരുത്തം ഇല്ലെങ്കിലും ഈ പൊരുത്തം മാത്രം നോക്കിയാൽ മതി. വിസ്താര ഭയത്താൽ, സമയക്കുറവുകൾ കൊണ്ട് അതേപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടിയ ചോദ്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്. ജന്മലഗ്നാധിപൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് ഇരു കൂട്ടർക്കും, കമിതാക്കൾക്കും വിവാഹിതർക്കും ടുഗദർ ലിവിങ്ങുകാർക്കും പഴയകാലത്തെ സംബന്ധം പറയും എല്ലാം ഇതുകൂടെ ആണെങ്കിൽ ഐശ്വര്യം ഭവേൽ, ആയുരാരോഗ്യ വിത്തം ഐശ്വര്യം വർദ്ധിക്കുമെന്നല്ലോ ചൊല്ലി. ആര് ചൊല്ലി? നന്ദീമുനി വരാഹമിഹിരൻ എന്ന ജ്യോതിഷ ആചാര്യൻ പറയുന്നു. ഈ ഒരൊറ്റ ഗ്രഹത്തിൻ്റെ ഗുണം കൊണ്ട് എല്ലാ ഗുണങ്ങളും കിട്ടും. ഗുരുത്വം, ഈശ്വരാനുഗ്രഹം എല്ലാം.